മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിലുണ്ടായ കടലാക്രമണത്തിൽ പലയിടത്തും വ്യാപക നാശനഷ്ടം. പൊഴിയൂരിൽ വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി. ഇന്നും കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ കടലാക്രമണം ഉണ്ടായത്. പൊഴിയൂർ, പുല്ലുവിള, അടിമലത്തുറ, പുതിയതുറ, പൂന്തുറ, തുമ്പ എന്നിവിടങ്ങളിലെല്ലാം കടൽ കയറി. പൊഴിക്കരയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കൊല്ലങ്കോട് നിന്നും നീരോടിയിലേക്കുള്ള ഭാഗത്തെ 50 വീടുകളിൽ വെള്ളം കയറി. പൊഴിയൂരിൽ വെള്ളം കയറിയ വീടുകളിൽ നിന്നും 10ഓളം കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. ശക്തമായ കടലാക്രമണം ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പരാതി ഉയരുന്നുണ്ട്. ഇത് 8-9 പ്രാവശ്യങ്ങളും പൊട്ടി ആൾക്കാർ നിരത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു രീതിയില്ല. എല്ലാ ഇവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും പണിക്ക് പോകാനും പറ്റുന്നില്ല. ഇന്നലെ ആൾക്കാരെ MLA ആരും വന്നിട്ടില്ല. ഇവിടെ MP-മാരോ MLA-മാരോ ആരോ വന്നിട്ടില്ല. ഇന്നും കടൽ ശാന്തമാകാത്തതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. മുതലപ്പുഴയിൽ മീൻ പിടിക്കാൻ പോയ ബോട്ട് തിരയിൽപ്പെട്ട് മറിഞ്ഞു. ബോട്ടിലുണ്ടായിരുന്ന 5 മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ച ബോട്ട് അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഇന്നും തുടരുമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ലെങ്കിലും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചു. തീരദേശ മേഖലകളിൽ വിനോദസഞ്ചാരത്തിനും വിലക്കുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.